ആലപ്പുഴ പുളിങ്കുന്ന് സ്വദേശി സുരേഷ് കുമാറിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് അറിയിക്കുന്നു. ഇയാളുടെ സുഹൃത്തുക്കളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കുന്നുമ്മ സ്വദേശികളായ യദു, ഹരികൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത്. കൊലപാതക കാരണം മുൻ വൈരാഗ്യമാണെന്ന് പോലീസ് പറയുന്നു. ശരത് എസ് ഉണ്ട് വിശദാംശങ്ങളുമായി. ശരത്ത്, എന്താണ് ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നത്? കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്? വിനീത, ഇക്കഴിഞ്ഞ 2-ാം തീയതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ സുരേഷ് കുമാർ മരിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ പല ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. മസ്തിഷ്ക അണുബാധയാണ് മരണകാരണമായി കണ്ടെത്തിയിട്ടുള്ളത്. തുടർന്ന് ബന്ധുക്കൾ പുളിങ്കുന്ന് പോലീസിൽ ഒരു ദുരൂഹത ആരോപിച്ച് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഇത് മരണമല്ല, കൊലപാതകമാണെന്ന് ആരോപിച്ച് പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. രണ്ടുപേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതായത് യദുകുമാർ, അതേപോലെ തന്നെ മറ്റൊരാളെയും കൂടി, അതായത് യദുകുമാറിനെയും ഒപ്പം മറ്റൊരു വ്യക്തിയെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള മുൻ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് യദുകുമാറിനെയും സുഹൃത്തിനെയും പലതവണ ഇത്തരത്തിൽ ഈ സുരേഷ് കുമാർ അധിക്ഷേപിച്ചിരുന്നു, ജാതിപ്പേര് വിളിച്ചുവരെ അധിക്ഷേപിച്ചിരുന്നു എന്നതാണ് ഇവർ മൊഴിയിൽ പറയുന്നത്. ഇതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ മാസം 20-ാം തീയതി ഇവർ കള്ളുഷാപ്പിൽ വെച്ച് കള്ളു കുട്ടിക്കുന്നതിനിടയിൽ യദുകുമാറും ഒപ്പം ഈ സുരേഷ് കുമാറും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇവരുടെ കള്ളെടുത്ത് സുരേഷ് കുമാർ കുടിച്ചതിനെ തുടർന്നായിരുന്നു തർക്കം തുടങ്ങിയത്. പിന്നീട് രാത്രി ഒരു 10:30യോടുകൂടി ഈ സുരേഷ് കുമാറിന്റെ വീട്ടിലേക്ക് പ്രതികൾ എത്തിയ ശേഷം വീട്ടിൽ നിന്ന് കള്ളു കുടിക്കാൻ എന്ന വ്യാജേന വിളിച്ചിറക്കിയ ശേഷം സമീപത്തെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. തലക്കുൾപ്പെടെ ക്രൂരമായി ചവിട്ടിയും ആ രീതിയിൽ മർദ്ദനമേറ്റു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഏറ്റ മർദ്ദനമാണ് പിന്നീട് ഇത്തരത്തിൽ മസ്തിഷ്ക അണുബാധ വരാൻ കാരണമായി പോലീസ് പറയുന്നത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സ തേടിയിരുന്നെങ്കിൽ പോലും ആ സമയത്ത് ചികിത്സ തേടിയ സമയത്ത് ഈ സുരേഷ് കുമാർ പറഞ്ഞിരുന്നത് താൻ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടതാണ്, ബൈക്ക് അപകടത്തിൽ വീണും തനിക്ക് പരിക്കേറ്റു എന്നുള്ളതായിരുന്നു ആശുപത്രിയിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊലപാതകമാണെന്ന് ആ ഘട്ടത്തിൽ പോലീസിന് സംശയിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഇത്തരത്തിൽ ബന്ധുക്കൾ ഒരു ആരോപണവുമായി വന്ന സമയത്താണ് ഇതൊരു കൊലപാതകം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നിലവിൽ ഇപ്പോൾ എന്തായാലും രണ്ടുപേരെ ഈ പറയുന്നത് പോലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുന്നുമ്മ സ്വദേശികളായ യദു, ഹരികൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. യദു 22 വയസ്സും ഹരികൃഷ്ണൻ 23 വയസ്സുമാണ്. കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ശരി, കൂടുതൽ അപ്ഡേറ്റുകൾ ശേഖരിക്കുക. ശരത് എസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.